ഹലോ, വെൽക്കം ടു അഖിലാസ് വ്ലോഗ്സ് ആൻഡ് വ്ലോഗ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ടില്ല അല്ലേ, ബിഹൈൻഡ് ദ സീൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും ഫ്രണ്ടിൽ വരാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ്. അതായത് ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട്. ഹെയർ റിമൂവൽ വീട്ടിൽ ചെയ്യുന്നവരുണ്ടായിരിക്കും, പുറത്ത് പോയി ചെയ്യുന്നവർ, പാർലറിൽ പോയി ചെയ്യുന്നവരുണ്ടായിരിക്കും. എനിക്ക് പുറത്ത് പോയി ചെയ്യുന്നത് ഒട്ടും കംഫർട്ടബിൾ അല്ല. വാക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിൽ വല്ലാത്ത അലർജി പോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. വാക്സ് സ്ട്രിപ്പുകൾ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. വീട്ടിന്റെ വാക്സ് സ്ട്രിപ്പൊക്കെ യൂസ് ചെയ്താലും എനിക്കിങ്ങനെ വല്ലാതെ ഡാർക്ക് സ്പോട്ട് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഞാൻ അങ്ങനെ നിർത്തി. ഏറ്റവും കൂടുതൽ ഞാൻ സെർച്ച് ചെയ്തിട്ടുള്ളതും ഹെയർ റിമൂവലിന്, അതും എസ്പെഷ്യലി ഫേഷ്യൽ ഹെയർ റിമൂവലിന് വേണ്ടിയിട്ട്. എൻ്റെ സ്കിൻ ടോൺ ഇതാണ് എങ്കിലും, അല്ലെങ്കിൽ സ്കിന്നിന്റെ കളർ ഇതാണ് എങ്കിലും ഒട്ടും കട്ടിയില്ലാത്ത ഹെയർ ആയതുകൊണ്ട് എടുത്ത് കാണില്ല എന്നുള്ളൂ. പക്ഷെ എൻ്റെ ഈവൻ മൂക്കിലൊക്കെ വരെ ഭയങ്കര ഹെയർ നന്നായിട്ട് അടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് അത് മൊത്തം ക്ലീൻ ആക്കുക എന്ന് പറയുന്നത് ചെയ്താൽ കൊള്ളാമെന്ന് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ഈ പല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് തേച്ച് റബ്ബ് ചെയ്ത് കളയുന്ന അങ്ങനത്തെ ഒരുപാട് റെമഡി മെത്തേഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ബിക്കോസ് അതൊന്നും അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കാണുമ്പോൾ അത്ര വിശ്വസനീയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും ഫോളോ ചെയ്യാറുമില്ല. പൊറട്ടിൽ എപ്പോഴും ഞാൻ ത്രെഡ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ചെയ്യാറ്. ചിന്നിലും ഞാൻ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. ഒരു ബിഗിനർ ലെവലിൽ എങ്ങനെ ത്രെഡ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെയും ഐബ്രോസ് ത്രെഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യും. പക്ഷെ എനിക്ക് ഇവിടെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷേവ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവലിനായിട്ടുള്ള ചെറിയ റേസേഴ്സ് കിട്ടും. അത് യൂസ് ചെയ്ത് ചെയ്താലും റേസർ ബ്ലേഡ് എപ്പോഴും ഹെയറിനെ കട്ട് ചെയ്ത് കളയല്ലേ ചെയ്യുക. അപ്പം അതൊരു നല്ല മെത്തേഡല്ല. എത്രയായാലും നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. ചിലർ പറയും സ്കിന്ന് ഡാർക്ക് കളറായിട്ട് മാറും, ഹെയർ കൂടുതൽ വരും, അങ്ങനെയൊക്കെ പറയില്ല. അതൊക്കെ ചിലർക്ക് അനുഭവം, ചിലർക്ക് അങ്ങനെ ഇല്ല, കുഴപ്പമില്ലാതെ യൂസ് ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഹെയർ കട്ട് ചെയ്ത് കളയുന്നതും ഹെയറിനെ റൂട്ടോട് കൂടി പ്ലക്ക് ചെയ്ത് കളയുന്നതും തമ്മിൽ രണ്ടും നല്ല വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വാക്സിങ് തന്നെയാണ്. പാർലറിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഹോട്ട് വാക്സ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതും എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ഉണ്ടാക്കാനായിട്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. നമുക്കറിയാലോ, നമ്മളിപ്പോൾ റേസർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതും ഒരുമിച്ച് നമ്മളെങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുമ്പോഴും ആ സ്കിൻ ഏരിയ തന്നെ നല്ല ഡിഫറൻസ് വരും അല്ലേ. ഇപ്പോൾ ഫേസിലാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് റിമൂവലും അതേപോലെ ടാൻ റിമൂവലും അതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒട്ടും ഹാംഫുൾ ആയ ഒരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നില്ല. പുറത്ത് നമ്മൾ വാങ്ങിക്കുന്ന വാക്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പാർലറിൽ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെമിക്കലുള്ള വാക്സുകളാണ് എന്തായാലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു പാനിൽ 1/2 കപ്പ് പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ അതേ അളവിൽ 2 ടേബിൾ സ്പൂൺ തന്നെ സാധാരണ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം നമുക്ക് ബോയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആവശ്യമുള്ള വാക്സിൻ്റെ പരുവത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ തിളച്ച് തുടങ്ങിയില്ലേ, തിളച്ച് തുടങ്ങുമ്പോൾ നന്നായിട്ട് പത ഉണ്ടാകുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലെ നിറം അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ കളർ മാറുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ പരുവം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക്. അതേസമയം തന്നെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ട്, എയർ ടൈറ്റായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസിൻ്റെ എന്തെങ്കിലും ബോട്ടിൽ എന്തെങ്കിലും എടുത്തിട്ട് അതിലിത്തിരി ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ നല്ല തിളച്ച വെള്ളം തന്നെയാണ്, ഞാൻ കെറ്റിൽ നിന്നാണ് എടുത്ത് ഒഴിക്കുന്നത്. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് വാക്സ് ഒഴിക്കുമ്പോൾ ബോട്ടിൽ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ കുറച്ച് നേരം ഒഴിച്ച് വെക്കുക. അപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ വാക്സ് നന്നായിട്ട് ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ മാറ്റി നോക്കിയാൽ അറിയാം, കളർ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ ഷെയ്ഡിക്ക് ഇങ്ങനെ മാറി വരുന്നത് കാണാം. അപ്പോൾ ഏതാണ്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിവിടെ വെള്ളം ഒഴിച്ച് മാറ്റിയിട്ട് നമ്മുടെ ഗ്ലാസ് ജാറിൽ തുടച്ച് ഡ്രൈ ആക്കി വെക്കുക. ഇപ്പോൾ ഈ കളറായ ഇതാണ് അതിൻ്റെ പരുവം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റാണ് എനിക്ക് എടുത്തത്. എന്നിട്ട് അതിനെ നമ്മളതിനെ തണുക്കാൻ വെച്ചാൽ പിന്നെ നമുക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ ഗ്ലാസ് ജാറിലേക്ക് ഒഴിച്ചു വെച്ചു.
ഇനി നമുക്കിപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന വാക്സ്. പിന്നെ കുറച്ച് കോട്ടൺ ഫാബ്രിക്കിൻ്റെ സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. കോട്ടൺ തന്നെ വേണമെന്നില്ല, അപ്പോൾ ഡെനിമിൻ്റെ ആയാലും ബനിയൻ്റെ പഴയ ടീഷർട്ടിൻ്റെ പീസോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് ചെറിയ പീസസും വലിയ പീസസും ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട്. പിന്നെ ഒരു പോപ്സിക്കിൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാനിത് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വാക്സ് ഇങ്ങനെയാണ്. ഇപ്പോൾ ഇത് ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പം നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ ചൂടാവണം എന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് അങ്ങനെ വെക്കുക തണുക്കാനായിട്ട്. അതിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ എവിടെയാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ആ ഏരിയ നല്ല ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. കഴുകിയതിന് ശേഷം ഇത്തിരി പൗഡർ അപ്ലൈ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. ഇനി പോപ്സിക്കിൾ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് വാക്സ് നമ്മൾ എടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ എടുത്ത്, അപ്പോൾ അതിങ്ങനെ നൂല് പോലെ ഇങ്ങനെ വരും. ഷുഗർ സിറപ്പല്ലേ, കാരമലായതല്ലേ, അപ്പോൾ അതിങ്ങനെ നൂല് പോലെ വരും. നമ്മളിങ്ങനെ സ്റ്റിക്ക് തിരിച്ചു കൊടുത്ത് അത് നമുക്ക് അവിടെ നിന്ന് വേർപ്പെടുത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഹെയർ ഗ്രോത്ത് ഇങ്ങോട്ടാണ്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ തുണിയുടെ കഷ്ണം വെച്ചിട്ട് ഹെയർ ഗ്രോത്തിൻ്റെ ഡയറക്ഷനിൽ താഴേക്കാണ് ഞാൻ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിക്കുക. വളരെ ക്വിക്കായിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഒരു വേദന ഉണ്ടാവില്ല. അപ്പോൾ ഈസി ആയിട്ട് ഹെയർ ഇത്രയും പോന്നിരിക്കുന്നത് കാണുന്നില്ലേ. അപ്പോൾ എത്ര ഏരിയ നമുക്ക് ചെയ്യാൻ ആവശ്യമുണ്ടോ അത്രയും ഏരിയയിൽ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ ഏരിയ ചെയ്യാണ് കൂടുതൽ നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് നമ്മുടെ ബോഡി ടെമ്പറേച്ചറും ഒക്കെ അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു സർഫസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കട്ടയാവാൻ ചാൻസ് ഉണ്ട് ഈ വാക്സ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇത് കാണിക്കുകയാണ്. ആലോവേര ജെല്ല് പുരട്ടുകയാണ്. എന്ത് മോയ്സ്ചറൈസർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഫേസിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം നെക്സ്റ്റ്. അപ്പോൾ ഈ കവളിൽ ഞാൻ താഴേക്ക് ഇങ്ങനെ ഹെയർ ഗ്രോത്ത് ഇല്ലേ, അപ്പോൾ അതിലെങ്ങനെ ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഹെയർ എങ്ങോട്ട് വളരുന്നു അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുക. തുണി കഷ്ണം വയ്ക്കുക, വലിച്ചെടുക്കുക. അതിൻ്റെയൊക്കെ ഡയറക്ഷൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒട്ടും വേദന ഉണ്ടാവില്ല, പെട്ടെന്ന് കാര്യം നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ താഴെ ഒന്ന് പിടിച്ചു കൊടുത്താലോ, ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ താഴെ ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് എടുക്കുക. അപ്പൊ എങ്ങനെയുണ്ട് കണ്ടപ്പോൾ? ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ എന്ന് തോന്നിയില്ലേ? അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ ഇത് ഉണ്ടാക്കി വെച്ചാലുണ്ടല്ലോ വളരെ വലിയ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കണ്ട. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു 1 കപ്പ് ഷുഗർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ലെമൺ ജ്യൂസും അതേപോലെ 1/4 കപ്പ് വാട്ടർ, അതാണ് ഒരു പ്രൊപ്പോർഷൻ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അത് മുഴുവൻ ഒരുമിച്ച് യൂസ് ചെയ്ത് തീർക്കണം, എടുത്തു വെക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. നല്ല എയർ ടൈറ്റ് ആയ ഒരു കണ്ടെയ്നറിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാം. പിന്നെ ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഒരു 25-30 സെക്കൻഡ്സിന്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും അത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ ലൂസ് ആക്കിയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് തിളച്ച വെള്ളത്തിന്റെ മേലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാ പോലെ യൂസ് ചെയ്യാം. പക്ഷെ പൊള്ളി പോവാതെ ശ്രദ്ധിക്കണം. സ്കിന്നിനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ചൂടായിരിക്കണം, ബേൺ ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അറ്റ് ദ സെയിം ടൈം അത് ചൂട് കുറഞ്ഞു പോയാൽ വാക്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യൂല. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആണ് ഒരു സ്റ്റാൻഡേർഡ് ടൈം അത് കൂളാവാൻ. 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം ചൂടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് കട്ടയായി പോകുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പൊ വിന്റർ അല്ലേ, നല്ല തണുപ്പാണ്. അപ്പൊ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് ചിലപ്പോൾ ഇത്തിരി പോയിട്ട് ചൂടാക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അതിനൊക്കെ ഇപ്പൊ നാട്ടിലെ ടെമ്പറേച്ചർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ പെട്ടെന്ന് കട്ടയാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ചൂടിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്സ് നമുക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യത്തക്ക രീതിയിൽ ചൂട് വേണം, താനും അത് അത്രയും മെൽട്ടായിരിക്കും വേണം, എന്നാൽ പൊള്ളിപ്പോവാനും പാടില്ല സ്കിന്ന്. അപ്പൊ അങ്ങനെ ഒരു ചൂട് കൺസിസ്റ്റൻസി നമ്മളൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചെറിയൊരു ഏരിയയിൽ ചെയ്ത് നോക്കിയിട്ട് നോക്കുക. അപ്പൊ അത് കാലിലൊക്കെ ചെയ്ത് നോക്കിയാൽ കുഴപ്പമില്ല. കാരണം ഇത്രയും കൂടി ഹാർഡായ സ്കിൻ ഏരിയ ഉള്ളത് ആദ്യം തന്നെ ഫേസിൽ പോയിട്ട് അപ്ലൈ ചെയ്യേണ്ട, ആദ്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ കുറച്ചു കാലമായിട്ട് ഈ മെത്തേഡ് തന്നെയാണ് ചെയ്യണത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാണ്, കാരണം ഒട്ടും ഹാർംഫുൾ ആയ ഒന്നുമില്ല. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.